ഹോണ്ട CB350 ഓയിൽ ചേഞ്ചാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഡ്രെയിൻ നെറ്റ് ഏകദേശം ഈ ഭാഗത്താണ് ഡ്രെയിൻ നെറ്റ് വരുന്നത്. അപ്പം ഡ്രെയിൻ നെറ്റ് അഴിച്ച് ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓയിലിൻ്റെ ക്യാപ്പും അഴിച്ചു വിടണം. ഞാൻ എടുത്തിരിക്കുന്ന ഓയിലെന്ന് പറയുന്നത് മോട്ടീവിൻ്റെ 10W30 ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഏകദേശം ഒരു 790-750 ആ റേഞ്ചാണ് വരുന്നത്. 2 ലിറ്റർ ആണ് വേണ്ടത്. 2 ലിറ്റർ ഓയിലാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഹോണ്ട ഷൈൻ്റെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഹോണ്ട CB350 പാച്ചൊന്നും നമുക്ക് ഹോണ്ടയിൽ നമുക്ക് കിട്ടില്ല, അവർ പുറത്ത് സെല്ല് ചെയ്യില്ല. ഞാനിത് റെഡ് വിങ് ഹോണ്ട എന്നാണ് ഞാനിത് മേടിച്ചത്. ഇത് ഈ പാർട്ട് നമ്പർ വെച്ചിട്ട് വാങ്ങിയാൽ മതി. ഷൈൻ്റെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 125-ൻ്റെ മേടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഹോണ്ടയുടെ ഈ ഫിൽറ്ററുമായിട്ട് ഓയിൽ ഫിൽറ്ററുമായിട്ട് ഇത് സ്യൂട്ടാവുന്ന ഫിൽറ്ററാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നെട്ടെന്ന് പറയുന്നത് യൂണിക്കോണിൻ്റെ ഓയിൽ ഡ്രെയിൻ നെറ്റാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് നമ്മൾ ഇപ്പോൾ ഓയിൽ മാറുന്നതിൻ്റെ കൂടുതൽ നെറ്റും നമ്മൾ മാറണം. തേയ്മാനം ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ് നല്ല, അല്ലെങ്കിൽ അതിൽ കിടന്ന് ചിലപ്പോൾ കറങ്ങിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറുന്നത്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം ഇവിടുത്തെ ക്യാപ്പ് ഊരിയതിന് ശേഷം മാത്രമേ ഡ്രെയിൻ മോട്ടർ അഴിക്കാവൂ. എന്നാലേ എയർ പിടിക്കാതെ മൊത്തം ഓയിലും ഡ്രെയിനായി പോവുള്ളൂ. നമ്മളൊരു 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ ഉള്ള ഓയിലെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വണ്ടി ഒന്ന് സൈഡിലോട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചെരിച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ഓയിൽ മൊത്തം അങ്ങ് പോവുകയും ചെയ്യും. ഇവിടുത്തെ ഈ 2 നെറ്റാണ് അഴിക്കേണ്ടത്. ഇത് 10-ൻ്റെ സ്പാനറല്ല, ഇത് 8-ൻ്റെ സ്പാനറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 8-ൻ്റെ സ്പാനർ വെച്ചിട്ടാണ് ഇത് നമ്മൾ ലൂസാക്കേണ്ടത്. ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് അഴിക്കണമെങ്കിൽ 8-ൻ്റെ സ്പാനറാണ് വേണ്ടത്. ഓയിൽ നെറ്റ് അഴിക്കാൻ നമ്മൾ 12 mm ബോക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഈ സ്പ്രിങ് കളയാതെ നോക്കുക. അപ്പോൾ നമ്മൾ ഇത് മാറ്റി ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യുക. നല്ലൊരു തുണി വെച്ചിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. അത് ഒരു സൈഡ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡ് നോക്കിയിട്ടാണ് അത് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലെയർ വെച്ചിട്ടാണ് ഊരിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഭാഗമാണ് ഇതിൻ്റെ അകത്ത് വരേണ്ടത്. ഇത് ഈ ഒരു ഹോൾ മൊത്തം നല്ലപോലെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ടാണ് അടുത്ത ഫിൽറ്റർ. ഇതിപ്പം മാറേണ്ട കണ്ടീഷനായി. ഈ ഫിൽറ്റർ വളരെ അഴുക്കായിട്ടുണ്ട്. ഒരു ഓറിങ് ഇതിനകത്ത് വരുന്നൊരു ഓറിങ് ഉണ്ട്. അപ്പം ഇത് ഡാമേജ് ആകാതെ ശ്രദ്ധിക്കുക. ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഡാമേജ് ഒന്നുമില്ല. ഇത് ഡാമേജ് ഉണ്ടെങ്കിൽ ഇതും കൂടെ റീപ്ലേസ് ചെയ്യണം ഓയിൽ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഓയിൽ ലീക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് സെറ്റ് ചെയ്യാണ്. ഈ ഭാഗം അകത്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഈ സ്പ്രിങ് ഇതിനകത്ത് വെക്കുക. ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇത് വെച്ച് ക്ലോസ് ചെയ്യാണ് വേണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസിങ് ഇത് വരുന്നത്. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇത് ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾട്ടിൽ നിന്ന് കറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിനിമം രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഓയിൽ ഡ്രെയിൻ നെറ്റ് കൊണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഡ്രെയിൻ നെറ്റ്. ഇതാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രെയിൻ നെറ്റ്. അപ്പം ഇത് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. യൂസ്ഡാണ്. ചിലപ്പം ത്രെഡ് പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് മാറ്റി ഞാൻ യൂണിക്കോണിൻ്റെ ഓയിൽ നെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും നമ്മുടെ CB ഹൈനസ് RS ഇതിലെല്ലാം സ്യൂട്ടാകുന്നതായിരിക്കും. ഡ്രെയിൻ നെറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം രീതിയിൽ ബൈക്ക് വരെ സൗണ്ടാണ്. മിനിമം രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാകും. ത്രെഡ് എങ്ങാനും പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്ന് കറങ്ങിപ്പോകാൻ ശ്രദ്ധിക്കുക. അത് ഓക്കെ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളെടുത്ത് ഒഴിച്ചു. ഇനി നമ്മൾ ഡിപ്സ്റ്റിക്ക് വെച്ചിട്ട് അളവ് ലെവൽ നോക്കിയിട്ട് ബാക്കി ഇവിടെ ഒഴിക്കുന്നതായിരിക്കും. ഈ കളറാണ് ഓയിലിന് വരുന്നത്. സംശയം അത് ഇതാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളറാണ് വരുന്നത്. മോട്ടോറിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലിന് ഈ കളറാണ് പൊതുവെ. സെറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ലിപ്സ്റ്റിക് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെക്ക് എഞ്ചിൻ മാറിയിട്ടൊന്നുമില്ല. മാറിയിട്ടുണ്ട്.
അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓയിൽ മാറി ഉടനെ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാൻ പാടില്ല. കുറച്ച് നേരം ഐഡിയലിടുക, ഓയിലൊന്ന് എല്ലായിടത്തും പമ്പ് ചെയ്ത് എഞ്ചിൻ്റെ മൊത്തം എത്താനുള്ളൊരു ടൈം കൊടുക്കുക. ഓക്കെ.